Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum bi ihsanin ila yaumiddin, amma ba'd. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. ഏറ്റവും ബഹുമാനരായ വിശ്വാസികളെ മുസ്ലിം സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ദുർബലാവസ്ഥയിൽ നിന്നും ദുർബലാവസ്ഥയിലേക്കുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മുടെ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ഉമ്മമാർ നമ്മെ പ്രസവിച്ച സമയം നമ്മൾ ദുർബലരായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ സ്വന്തം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത, നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയാത്ത ദുർബലമായ ഒരു അവസ്ഥയിലായിരുന്നു ആദ്യം മനുഷ്യരായ നാം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് കരുത്തും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ശക്തിയുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ അല്ലാഹു എത്തിക്കുന്നു. വീണ്ടും കാലങ്ങൾ പിന്നിടുമ്പോൾ ജീവിതാന്ത്യമാകുമ്പോഴത്തേക്ക് വീണ്ടും മനുഷ്യർ ദുർബലാവസ്ഥയിലേക്ക് തന്നെ മടക്കപ്പെടുകയാണ്. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, സ്വന്തമായി നടക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ആദ്യഘട്ടത്തിലുള്ള അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും ആയിത്തീരുകയാണ്. ഈ രണ്ട് ദുർബലാവസ്ഥക്കിടയിലുള്ള കരുത്തുറ്റ കാലഘട്ടമാണ് യൗവന കാലഘട്ടം, യുവത്വം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യേകമായ വിചാരണ നടക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ച മുഴുവൻ നിമിഷങ്ങളെ സംബന്ധിച്ചും മുഴുവൻ സന്ദർഭങ്ങളെ സംബന്ധിച്ചും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യും. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ വിചാരണക്കെടുക്കുന്ന സമയത്ത് പ്രത്യേകമായി ചോദ്യം ചെയ്യുന്ന ഒരു അനുഗ്രഹത്തെ, ഒരു കാലഘട്ടത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅൻ ശബാബിഹി ഫീമാ അബ്ല. യുവത്വ കാലഘട്ടത്തെ എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു കാലടി പോലും മുന്നോട്ടെടുത്തു വെക്കാൻ കഴിയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അർശിന്റെ തണൽ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്ന, ആദരിക്കുന്ന 7 വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. സുബ്ഹാനഹു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റാരുടെ തണലും ലഭ്യമല്ലാത്ത ആ പ്രയാസകരമായ സാഹചര്യത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്റെ തണൽ നൽകി ആദരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിൽ ഒരു വിഭാഗം ആളുകൾ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ആരാധന ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടുന്ന ഒരു യുവാവ്, പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്
ജീവിതത്തെ ധന്യമാക്കിയ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന് നാളെ അർശിന്റെ തണൽ നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും, ആദരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൗവന കാലഘട്ടത്തെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കാൻ ഓരോ വിശ്വാസികൾക്കും സാധ്യമായി തീരേണ്ടതുണ്ട്. യൗവന കാലഘട്ടത്തെ കൃത്യമായി ദൈവമാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒട്ടനവധി ചെറുപ്പക്കാരുടെ ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്താളുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ ധാരാളം ചെറുപ്പക്കാരുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹബീബായ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പറ്റം ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യൗവന കാലഘട്ടത്തെ നന്മയുടെ മാർഗത്തിൽ എങ്ങനെയാണ് അവർ ഉപയോഗപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടത്തെ, അദ്ദേഹത്തിന്റെ യുവത്വ കാലഘട്ടത്തെ പടച്ച റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തൊരു കാര്യം അല്ലാഹു ചെയ്യാൻ ആവശ്യപ്പെട്ടാലും യാതൊരു മടിയുമില്ലാതെ ആ കൽപ്പന കേട്ട ഉടനെ അതനുസരിക്കാൻ തയ്യാറുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലി ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. പ്രവാചകനോട് ഇബ്രാഹിമേ താങ്കൾ കീഴൊതുങ്ങുക എന്ന് ആവശ്യപ്പെട്ടാൽ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ അനുയായികളോടും ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യാനാണ്, ആ പ്രവാചകനെ പിന്തുടരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ പ്രവാചകന്റെ യൗവന കാലഘട്ടത്തിൽ ആ നാട്ടിൽ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, വിഗ്രഹാരാധനകൾക്കെതിരെ അതിശക്തമായ നിലപാട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിക്കുകയാണ്. ഇബ്രാഹിം പ്രവാചകന്റെ കൈകാലുകൾ ബന്ധിച്ച് അഗ്നിയിലേക്ക്, തീയിലേക്ക് വലിച്ചെറിയും നേരം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ അല്ലാഹു മതി, വരമേൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഗ്രഹങ്ങളെയൊക്കെ തല്ലി തകർത്ത് ബഹുദൈവാരാധനക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച നേരം ഇബ്രാഹിം പ്രവാചകന്റെ കൈകാലുകൾ ബന്ധിച്ച് അഗ്നിയിലേക്ക് വലിച്ചെറിയുന്ന സമയം ഇബ്രാഹിം പ്രവാചകന്റെ പ്രായം മുഫസ്സിരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16 വയസ്സായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രായം എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഇബ്രാഹിം പ്രവാചകന്റെ പലതരത്തിലുള്ള ചരിത്രങ്ങളും നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ, ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു അത്യാവശ്യമൊക്കെ പ്രായമായ ഒരു രൂപമാണ് പലപ്പോഴും ആ പ്രവാചകന്റെ നിലപാടുകളും ആ പ്രവാചകന്റെ പ്രബോധന രീതികളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്പം പ്രായം ചെന്ന ഒരാളെ പോലെയാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇബ്രാഹിം പ്രവാചകൻ കടന്നു വരുന്നത്. എന്നാൽ ജീവിതത്തിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഉദാത്തമായ മാതൃക സമ്മാനിച്ച ആ കാലഘട്ടം ഇബ്രാഹിം പ്രവാചകന് 16 വയസ്സ് മാത്രമാണ് പ്രായമായിരുന്നത് എന്ന് മുഫസ്സിരീകൾ രേഖപ്പെടുത്തുകയാണ്. ആ കാലഘട്ടത്തിലെ, ആ രാജ്യത്തിലെ മുഴുവൻ കാതുകളിലേക്കും മുഴുവൻ ആളുകളിലേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തെ എത്തിക്കാൻ ഇബ്രാഹിം പ്രവാചകന് സാധ്യമായി. അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനക്കൂട്ടം ചെയ്തു തീർത്താൻ തീരാത്ത ഒരു പ്രവർത്തനം, ഒരു ദഅവ പ്രവർത്തനം ഒറ്റയ്ക്ക് ചെയ്തു തീർത്തത് കൊണ്ട് ഇബ്രാഹിം പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് ഉമ്മത്തൻ എന്നാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുസ്ലിം ഉമ്മത്ത്, പ്രവാചകന്റെ ഉമ്മത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു വലിയ ജനക്കൂട്ടത്തിന് നൽകുന്ന വിശേഷണമാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഒരു വ്യക്തിക്ക്, ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശേഷണം അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഖുർആൻ പരിചയപ്പെടുത്തിയ
ഖുർആൻ ഇത്തിബാ ചെയ്യാൻ ആവശ്യപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ആ പ്രവാചകന്റെ അതേ നിലപാടുകൾ സ്വീകരിക്കുവാനും അതേ ആവേശത്തോടെ തൗഹീദിന്റെ മാർഗത്തിൽ ദീനിന്റെ പ്രബോധന രംഗത്ത് സജീവമായി മുന്നോട്ട് പോകാനാണ് മാനവ സമൂഹത്തിന് വഴികാട്ടിയായി മാർഗദർശനമായി ജീവിതരേഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ആ ചെറുപ്പക്കാരന്റെ ആ പ്രവാചകന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിൽ ഒരു സംഘം ചെറുപ്പക്കാരുടെ ചരിത്രം അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൽ വിശ്വാസം അർപ്പിച്ച ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. ആ നാട്ടിൽ ആ ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന കാലഘട്ടം ആ നാട്ടിൽ നടമാടിയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബഹുദൈവാരാധനക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ആ നാട്ടിലെ രാജാവും അനുയായികളും ചേർന്ന് ഈ ചെറുപ്പക്കാരെ ബഹുദൈവാരാധനക്കെതിരെ ശബ്ദിച്ച ഒരു സംഘത്തെ ചെറുപ്പക്കാരെ ഉന്മൂലനം ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ സംഘം അതറിയുകയും അവർ ഒരു മലമുകളിൽ കയറി ഒരു ഗുഹയിൽ കയറി അഭയം തേടുകയും ചെയ്തു. ആ ചെറുപ്പക്കാരെയാണ് ആ നാട്ടിൽ നടമാടിയിരുന്ന ജീർണതകൾക്കെതിരെ ശബ്ദിച്ച ചെറുപ്പക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വാസമർപ്പിച്ച ഒരു സംഘം ചെറുപ്പക്കാരായിരുന്നു അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഖുർആൻ പരിചയപ്പെടുത്തിയ മറ്റൊരു ചെറുപ്പക്കാരനാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. തിന്മകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പിലേക്ക് എത്തുകയാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഭാര്യ രാജ്ഞി തിന്മ ചെയ്യാൻ വേണ്ടി, വ്യഭിചരിക്കാൻ വേണ്ടി യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ക്ഷണിക്കുകയാണ്. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കൊട്ടാരത്തിനകത്ത് നിന്ന് കുതറി ഓടുകയാണ്, രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് തന്റെ ആഗ്രഹത്തിന് നിന്ന് തരാത്തതിന്റെ പേരിൽ ആ രാജാവിനെതിരെ കള്ളപ്പരാതി കൊടുക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ജയിലിലടക്കുകയാണ്. രാജാവ് തടവറയിലാക്കുകയാണ്. ആ സമയത്ത് ജയിലറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ച പറഞ്ഞ ഒരു വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് റബ്ബിസ്സിജിൻ അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, റബ്ബിസ്സിജിൻ അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. ഏതൊരു തിന്മയിലേക്കാണോ ആ സ്ത്രീ എന്നെ ക്ഷണിച്ചത്, ഏതൊരു തെറ്റിലേക്കാണോ അവർ എന്നെ ക്ഷണിച്ചത്, ആ ക്ഷണം സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം റബ്ബേ ഈ തടവറയാണ്, ഈ ജയിലാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്. ഈ രൂപത്തിൽ തീരുമാനമെടുക്കാൻ, ഈ രൂപത്തിൽ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തിന്മയുടെ മേഖലയിൽ നിന്നും കുതറിയോടാൻ മുഅ്മിനീകളായ ആളുകൾ, സ്വർഗ്ഗാവകാശികൾ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരേണ്ടതുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഫലമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഭൂരിഭാഗം ആളുകളും യൗവന കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 37 വയസ്സായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ പ്രായം 27 വയസ്സായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സമയം 22 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് തന്റെ 10ാം വയസ്സിലാണ്. അങ്ങനെ യൗവന കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിലായിരുന്നു ഭൂരിഭാഗം ആളുകളും പരിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഫലമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ദീനി രംഗത്ത് ചെറുപ്പക്കാരുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും, മതം പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും, മതപ്രബോധനം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള നന്മയുടെ മേഖലകളിൽ നിന്നും കുതറിയോടുന്ന, രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കൗമാരക്കാരെയാണ്, യൗവന യുവാക്കളെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ സ്വഹാബി സുഹൈബ് ബിൻ സിനാൻ അർ-റൂമി റളിയല്ലാഹു തആല പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്.
അദ്ദേഹം മക്കയിലേക്ക് അഭയാർത്ഥിയായിട്ടാണ് കടന്നു വരുന്നത്, ഒന്നുമില്ലാത്തവനായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ മക്കയിൽ വന്ന് അദ്ദേഹം നന്നായി അധ്വാനിച്ച് വലിയ സമ്പന്നനായി, വലിയ കച്ചവടക്കാരനായി സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി എന്ന് പറയുന്ന സ്വഹാബി മാറുകയാണ്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ അനുമതിയോടെ ഹിജ്റ പോകുന്ന നേരം ചില ആളുകൾ ഒറ്റക്കാണ് പോകുന്നത്, ചില ആളുകൾ സംഘം ചേർന്നാണ് പോയത്. അങ്ങനെ ഒറ്റക്ക് പോയ ആളുകളിൽ ഒരാളാണ് സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹു. വഴിയിൽ വെച്ച് മക്കയുടെയും മദീനയുടെയും അതിർത്തിയിൽ വെച്ച് ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, സുഹൈബേ, നീ ഞങ്ങളുടെ നാട്ടിലേക്ക്, ഈ മക്കയിലേക്ക് നീ വന്നത് ദരിദ്രനായിട്ടാണ്, എന്നാൽ നീ സമ്പന്നനായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സമ്പാദിച്ച ഈ സമ്പാദ്യം മറ്റൊരു പ്രദേശത്തേക്ക്, മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. നിനക്ക് ഈ സമ്പാദ്യം വേണോ? ഈ സമ്പാദ്യം നിനക്ക് വേണമെങ്കിൽ നീ ഈ നാട്ടിൽ തന്നെ കഴിയണം. നീ മറ്റൊരു രാജ്യത്തേക്ക്, മറ്റൊരു നാട്ടിലേക്ക് നീ പലായനം ചെയ്യുകയാണെങ്കിൽ നിനക്ക് സമ്പാദ്യമില്ലാതെ ഒറ്റക്ക് ഉടുത്ത വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നിനക്ക് പോകാം. എന്തു വേണം എന്ന് ചോദിച്ചപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഈ നാട്ടിൽ വന്ന് വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ എന്നെ നിങ്ങൾ വെറുതെ വിടുമോ? എന്നെ നിങ്ങൾ മദീനയിലേക്ക് പോകാൻ അനുവദിക്കുമോ എന്ന് അദ്ദേഹം യാചനാരൂപം ചോദിക്കുകയാണ്. ഈ സമ്പാദ്യമെല്ലാം, ഈ ഭീമമായ സമ്പാദ്യമെല്ലാം ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ നിന്നെ മദീനയുടെ മണ്ണിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കാം, അവിടേക്ക് പോകാനുള്ള അനുമതി നൽകാം എന്ന് പറയുന്ന സമയം അദ്ദേഹം ആ സമ്പാദ്യമെല്ലാം അവരുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഉടുത്ത വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് മഹാനായ സഹാബി സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹു പോകുകയാണ്. ആ സഹാബിയുടെ ആ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 207ാമത്തെ ആയത്ത് അവതരിപ്പിച്ചത്. എന്താണ് ആയത്ത്? മിനന്നാസ് മയ്യശ്രി നഫ്സഹു വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ് വമിനന്നാസ് മയ്യശ്രി നഫ്സഹു അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരങ്ങളെ വിൽപ്പന നടത്തുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അങ്ങേയറ്റം കൃപയുള്ളവനാണ്, കൃപയായിട്ടുള്ളവനാണ് എന്ന ആയത്ത് സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്ന് മുഫസ്സിരീകൾ വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ യുവാക്കളെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. ഈ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ധാരാളം ചെറുപ്പക്കാർ നിരന്തരമായി മദീന പള്ളിയിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അൻസ്വാരികളിൽ 70 ഖുർആനുകൾ ഖുർആൻ ആഴത്തിൽ പഠിച്ച, ഖുർആൻ പാരായണം ചെയ്യാൻ മാത്രമല്ല അതിന്റെ വ്യാഖ്യാനങ്ങളും ആഴത്തിൽ പഠിച്ച ഖുർആൻ പണ്ഡിതന്മാരായ 70 ചെറുപ്പക്കാർ മദീന പള്ളിയിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്, കാന ശബാബുൻ മിനൽ അൻസ്വാർ 70 റജുലൻ യുഖാലു ലഹും അൽ ഖുർആൻ. ഖുർആൻ എന്ന പേരുള്ള 70 ചെറുപ്പക്കാർ മദീന പള്ളിയിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സംഘം കപടന്മാരായ, കപടവിശ്വാസികളായ, മുനാഫിക്കുകളായ ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് കപട കരച്ചിൽ നടത്തി പ്രവാചകനോട് പറഞ്ഞത്, ഞങ്ങളുടെ പ്രദേശത്ത് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഖുർആൻ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഖുർആൻ പണ്ഡിതന്മാർ ഞങ്ങളുടെ നാട്ടിലില്ല. അതുകൊണ്ട് ഖുർആൻ പഠിച്ച ഒരു സംഘം പണ്ഡിതന്മാരെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചു തരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ സ്ഥിരമായി മദീന പള്ളിയിൽ ഇബാദത്തുകൾ കൊണ്ടും മതപരമായ ഇൽമിയായിട്ടുള്ള ചർച്ചകളുമൊക്കെ സജീവമായി നടത്തിയിരുന്ന ഖുർആനുകൾ എന്ന് വിളിച്ചിരുന്ന 70 യുവാക്കളായ ഖുർആൻ പണ്ഡിതന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. അവർ കപടന്മാരാണ്, അവർ മുനാഫിക്കുകളാണ് എന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വഹയിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്. ആ 70 പേരിൽ 69 പേരെയും അതിക്രൂരമായി മഊന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അതിക്രൂരമായി ആ കപടന്മാരായ ആളുകൾ കൊലപ്പെടുത്തുകയും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ആ രക്ഷപ്പെട്ട ആ സ്വഹാബി കാര്യങ്ങൾ വിശദീകരിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പ്രവാചകന്റെ മനസ്സിലത് വല്ലാത്തൊരു വിഷമമായി, വല്ലാത്തൊരു വേദനയായി മാറുകയും അവർക്കെതിരെ 5 വക്ത് നമസ്കാരങ്ങളിലും ശാപപ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. 1 മാസക്കാലത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതുകയും പിന്നീട് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ ഖുനൂത്ത്, ആ ശാപപ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുകയും ചെയ്തു. അവസാനിപ്പിച്ചപ്പോൾ എല്ലാ വക്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചു. ഇന്നും നമ്മുടെ നാട്ടിൽ പല ആളുകളും സുബ്ഹി നമസ്കാരത്തിന് ഖുനൂത്ത് ഓതുന്നത് പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പകാലം മാത്രം, 1 മാസക്കാലത്തോളം മാത്രം ഖുനൂത്ത് നിർവഹിച്ചതിന്റെ ആ ഹദീസുകളുടെ വെളിച്ചത്തിലാണ് പല ആളുകളും ഇന്നും ഖുനൂത്ത് നിർവഹിക്കുന്നത്. എന്നാൽ പ്രവാചകൻ അന്ന് ഖുനൂത്ത് ഓതിയത് സുബ്ഹിന് മാത്രമല്ല, 1 വക്തിന് മാത്രമല്ല, 5 വക്ത് നമസ്കാരത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതി. അവസാനിപ്പിച്ചപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിർത്തി ബാക്കി 4 അവസാനിപ്പിച്ചതല്ല. അവസാനിപ്പിച്ചപ്പോൾ അല്ലാഹു വലുതെന്ന് പറഞ്ഞപ്പോൾ പടച്ചറബിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് അതിക്രൂരമായി പെരുമാറിയ, അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ആ ക്രൂരന്മാർക്കെതിരെയുള്ള ശാപപ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രസിദ്ധനായ താബിഈ പണ്ഡിതനാണ് ഉഖബത്ത് ബിൻ നാഫിഅ റഹിമഹുല്ലാ. അദ്ദേഹത്തിന് 22-ാം വയസ്സിൽ ആഫ്രിക്കയിലേക്ക് ദഅവത്തിന് വേണ്ടി പോകുകയാണ്. ആ സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് ആ താബിഈ പണ്ഡിതൻ പറയുന്നുണ്ട്, വല്ലാഹി ലൗ അഅലമു അന്ന വറാഅ ഹാദൽ ബഹരി അല്ലാഹ് ലഹുതുൽ ബഹറ ബിഫർസി ഹത്താ ഉലിയ അലൈഹാ കലിമത ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സമുദ്രത്തിന്റെ അപ്പുറത്തൊരു പ്രദേശമുണ്ട്, അവിടെ ധാരാളം ജനങ്ങൾ താമസിക്കുന്നുണ്ട് എന്നെനിക്ക് അറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ കുതിരപ്പുറത്ത് കയറി ഈ സമുദ്രത്തിലൂടെ ഊറിയിട്ട് അക്കരെ എത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ പണിയെടുക്കുമായിരുന്നു എന്ന് 22-കാരനായ ഉഖബത്ത് ബിൻ നാഫിഅ റഹിമഹുല്ലാഹ് പറയുമ്പോൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. യൗവന കാലഘട്ടത്തെ അവരൊക്കെ നന്മയുടെ മാർഗത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തിയെങ്കിൽ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തുണ്ട് എനിക്കും നിങ്ങൾക്കും പറയാൻ എന്ന് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. കൗമാരക്കാരായ യുവാക്കളായ നമ്മുടെ മക്കളെയും നമ്മുടെ അനുജന്മാരെയും അതുപോലെ നമ്മുടെ നാട്ടുകാരെയും പരിചയക്കാരെയും ഒക്കെ നന്മയുടെ മേഖലയിലേക്ക് കൊണ്ടുവരാനും ആഴത്തിൽ ഇസ്ലാമിന്റെ ദീൻ പഠിക്കുവാനും പ്രബോധനം ചെയ്യുവാനും അവരെയൊക്കെ സജ്ജമാക്കുവാനും മോട്ടിവേറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ സ്വഹാബി ഖുബൈബ് റളിയല്ലാഹു തആല ഖബ്ബാബ് റളിയല്ലാഹു തആല അദ്ദേഹം യുവാവായ സമയം പടച്ചറപ്പിന്റെ ദീനിന്റെ മാർഗത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. അള്ളാഹുവിന്റെ ദീൻ ആഴത്തിൽ പഠിക്കുകയാണ്. ഇൽമിന്റെ മജ്ലിസ് എവിടെ ഉണ്ടായാലും അവിടെ പങ്കെടുക്കുകയാണ്. പരമാവധി ദീൻ പഠിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ സുന്ദരമായ ദീൻ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. പടച്ചറപ്പിന്റെ ദീൻ പഠിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തു എന്ന കാരണത്താൽ ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽപാദം തൊട്ട് ശിരസ് വരെ തീപ്പന്തങ്ങൾ വെച്ച് കെട്ടുകയാണ്. എന്നിട്ട് കത്തിക്കുകയാണ്. പാതി തന്റെ ശരീരവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുവാതിലിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടുന്നു, പ്രവാചകനെ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകട്ടെ. പ്രവാചകനോട് സലാം പറയുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോ വാതിലന്റെ ശരീരവുമായി നിൽക്കുന്ന, കത്തിക്കരിഞ്ഞ ശരീരവുമായി നിൽക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. ആ സ്വഹാബിയുടെ ശരീരത്തിൽ ബന്ധിച്ച ഓരോ ചരടുകളും ഓരോ കയറുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറക്കണ്ണുകളോടെ അടിച്ചു മാറ്റുകയാണ്. ആ സമയത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ് മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ എപ്പോഴാണ് നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുക എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഈ പാതിവന്റെ ശരീരവുമായി ഈ ചോദ്യം ചോദിക്കുന്ന ഈ ഖബ്ബാബിന്
എന്തുണ്ട് മറുപടി, എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ സമാധാനിക്കുക എന്നറിയാതെ പ്രവാചകൻ വിഷമിച്ച സമയമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്തുമായി ഇറങ്ങി വരുന്നത്. ആ സമയത്ത് വഹി ഇറങ്ങുകയാണ്. ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ആ ആയത്ത് ഇങ്ങനെയാണ്: അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തേക്ക് കടന്നു പറയാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വലമ്മാ യഅതികും അല്ലദീന നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അതുപോലെയുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും കേൾക്കാതെ വെറുതെ സ്വർഗ്ഗലോകത്തേക്ക് കടന്നു പറയാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ വിശ്വാസികളായ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. വർദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. മുമ്പ് കഴിഞ്ഞുപോയ ചില പ്രവാചകന്മാർ ചോദിച്ചിട്ടുണ്ട്. അവർ വിശ്വാസികളായ ആളുകൾ മക്കൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രയാസകരമായ ഘട്ടത്തിൽ അവരും പറഞ്ഞു പോയിട്ടുണ്ട്. അവരും ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുക. ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അതിനെ ഖുർആൻ മനസ്സിലാക്കുക. തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം ഉടൻ തന്നെയുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെയുള്ള വേദനകളും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരും. ഇങ്ങനെയൊന്നും സഹിക്കാതെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദീനിന്റെ മാർഗത്തിൽ സ്വർഗത്തിന് വേണ്ടി സഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം കേട്ടപ്പോൾ ഇത് സ്വർഗത്തിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ടത് തന്നെയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ മാത്രമല്ല, മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരും അവർ വിശ്വസിച്ച വിശ്വാസികളും ഇതുപോലെയുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് എന്ന് റബ്ബിന്റെ വചനത്തിലൂടെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയാണ്. മാത്രമല്ല അവസാനത്തിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന ഒരു സന്തോഷ വാർത്തയും ഒരു സൂചനയും ആ ആയത്തിലുണ്ട്. ഇത് കേട്ട ഉടനെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നത്, റബീതു ബില്ലാഹി ഞാനിതാ അല്ലാഹുവിനെ റബ്ബായി കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി കൊണ്ടും വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബിയെ പ്രവാചകനായി കൊണ്ടും ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് എന്ന് ആ സ്വഹാബി പ്രതികരിക്കുകയാണ്. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, പടച്ചറപ്പിന്റെ മാർഗത്തിൽ ഒരുപാട് വേദനകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പീഡനങ്ങളും സഹിച്ച മുമ്പ് കഴിഞ്ഞുപോയ യുവാക്കളായ വിശ്വാസികളായ ധാരാളക്കണക്കിന് ആളുകളെ ചരിത്രം പരിശോധിച്ചാൽ, വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഇസ്ലാമിന്റെ ചരിത്രങ്ങളും പരിശോധിച്ചാൽ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധ്യമായി തീരും. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ യൗമന കാലഘട്ടത്തെ യുവത്വ കാലഘട്ടത്തെ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ നമ്മളോടോ മക്കളോടോ നമ്മുടെ അനുജന്മാരോടോ നമ്മുടെ പരിചയക്കാരായ ആളുകളോടും എല്ലാവരും കാലഘട്ടത്തെ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് പടച്ചവന്റെ കോടതി എനിക്കും നിങ്ങൾക്കും ഉത്തരം പറയാനുണ്ടാകുക. അതുകൊണ്ട് കൃത്യമായി പടച്ചറപ്പിന്റെ ദീനിനു വേണ്ടി യൗവന കാലഘട്ടത്തെ, ഈ മനോഹരമായ സുന്ദരമായ കാലഘട്ടത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ വിശദീകരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും ബോധ്യമാണ്. എല്ലാവിധത്തിലുള്ള തിന്മകളും നിറഞ്ഞു നിൽക്കുന്ന, നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണസമാനമായ വേദന അനുഭവിച്ച് നൊന്ത് പ്രസവിച്ച മാതാക്കളെയാണ് കൗമാരക്കാരായ ആളുകൾ, യുവാക്കളായ മക്കൾ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ആ കൊലപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. ഒരു കുറ്റബോധമില്ലാത്ത കാഴ്ചയാണ് പല കൊലയാളികളുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അഫ്വാൻ എന്ന് പറയുന്ന 23-കാരൻ അവന്റെ മാതാവിന്, അവന്റെ 95 വയസ്സ് കവിഞ്ഞ അവന്റെ വല്യമ്മയെ
9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ അനുജനെ, അവന്റെ മൂത്താപ്പയെയും മൂത്തമ്മയെയും അതിക്രൂരമായി കൊലപ്പെടുത്തി, അവന്റെ ഉമ്മയെ അതിക്രൂരമായി അവൻ ആക്രമിച്ചു. ആ ഉമ്മ മരിച്ചു എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അത്ഭുതകരമായി ആ സ്ത്രീ മാത്രം തിരിച്ചു വരികയും ചെയ്തു. ഇങ്ങനെയുള്ള ക്രൂരമായ കൃത്യങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 3 പോലീസ് സ്റ്റേഷന്റെ പരിധികൾക്കുള്ളിൽ ഒരു ചെറുപ്പക്കാരൻ അതിന് കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് വളർന്നു വരുന്നതെങ്കിൽ, ലഹരിക്ക് അഡിക്റ്റായ അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും അവരുടെ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കാതുകളിലേക്ക്, അറിവിലേക്ക് എത്തിച്ചു കൊടുത്തതിന്റെ പേരിൽ ആ ആളുകളുടെ വീടുകൾ കത്തിക്കുന്ന, ആക്രമിക്കുന്ന, വാഹനങ്ങൾ കത്തിക്കുന്ന, അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന അങ്ങനെയുള്ള വാർത്തകളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ടാത്തരങ്ങൾ മുഴുകി ജീവിക്കുന്ന ഒരു കൗമാരത്തെയും ഒരു യൗവനത്തെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരേണ്ടതുണ്ട്. കേവലം നമ്മുടെ നമസ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, നമ്മുടെ ഖുർആൻ പാരായണങ്ങളിലും ദിക്റുകളിലും ദുആകളിലും മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാതെ, നമ്മുടെ ഇഅ്തികാഫുകളിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാതെ, സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ആ മനുഷ്യരെ, ആ യുവാക്കളെ, ആ കൗമാരക്കാരെ നന്മയുടെ വഴിത്താരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തമായ നീക്കങ്ങൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഈ ദൗത്യം ഏറ്റെടുക്കാത്ത ആളുകൾക്ക് ഒരിക്കലും മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. പ്രബോധനം ചെയ്യാതെ കേവല ഇബാദത്തിൽ മാത്രം മുഴുകി ജീവിച്ചാൽ പടച്ചറപ്പിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇസ്രായേൽ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സമൂഹത്തിലെ ഒരു സംഘം ആളുകളെ ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു കളയുകയാണ്. അല്ലാഹുവിന്റെ അദാബ് ഒരു സംഘത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ആ സംഘത്തിലേക്ക് പടച്ചറപ്പിന്റെ അദാബ് ഇറങ്ങിയത്? അതിന്റെ കാരണങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യം, അവർക്കിടയിൽ നടമാടിയിരുന്ന ജീവനുകൾക്കെതിരെ, തിന്മകൾക്കെതിരെ അവർ ശബ്ദിച്ചില്ല എന്നാണ്. നാളെ പാരത്രികമായ ലോകത്ത് വിജയം കൈവരിക്കുന്ന വിശ്വാസികൾ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ-ഇംറാനിന്റെ 104-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നന്മയിലേക്ക് വിളിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉത്തമ സമൂഹം നിങ്ങളുടെ ഉണ്ടാവട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ നിരോധിക്കുന്നവരാണ്. ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ നിരോധിക്കുന്ന ആ സംഘത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് അവരാണ് നാളെ പാരത്രികമായ ലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളായ ആളുകൾ ജീവിക്കുകയാണ്. ഇതേ അധ്യായത്തിൽ തന്നെ 110-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം. ഖുർആനിലെ അനുയായികളായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായ നമ്മെ കുറിച്ച് പറയുന്നത്, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം. ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഏറ്റവും നല്ല സമൂഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തണമെങ്കിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടർന്ന് അല്ലാഹു 3 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, 3 ഗുണങ്ങൾ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ആ 3 ഗുണങ്ങളും സമ്മേളിച്ചാൽ മാത്രമാണ് ഖൈറുൽ ഉമ്മയിൽ ഉൾപ്പെടാൻ സാധ്യമായി തീരുക. ഒന്നാമതായി അല്ലാഹു പഠിപ്പിക്കുന്നത്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്. രണ്ടാമതായി അല്ലാഹു നിങ്ങൾ തിന്മ വിലക്കുന്നവരാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുകയും വേണം. ഈ 3 കാര്യങ്ങൾ ആരിലാണോ സമ്മേളിക്കുന്നത് അവരാണ് ഖൈറു ഉമ്മ എന്നാണ്. യൗവനം പിഴച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നാടിന്റെ നന്മക്കു വേണ്ടി, സമൂഹത്തിന്റെ നന്മക്കു വേണ്ടി ആ യൗവനത്തെ തിരിച്ച് ധാർമ്മിക മൂല്യങ്ങളിലേക്ക്, നന്മയുടെ വഴിത്താരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഖൈറു ഉമ്മ, ഏറ്റവും നല്ല മനുഷ്യർ എന്ന കാറ്റഗറിയിലേക്ക്
മാറാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരും എന്നതാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളായ ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് തീർന്നു പോകും. യൗവനകാലം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തും. പിന്നീട് ഒരിക്കലും നമുക്ക് യൗവനകാലം തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് 40, 38, 42 ഒക്കെ ആയ ആളുകൾ ഞാൻ യൗവന കാലഘട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ഇനി എനിക്ക് പോകാനുള്ളത് ദുർബലാവസ്ഥയിലേക്കാണ്, ഒന്നിനും കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ്. ആ സമയത്ത് ആഗ്രഹങ്ങൾ പലതും ഉണ്ടാകും, പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നടക്കാനുള്ള ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മൾ മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ എന്റെ യൗവനകാലം തീർന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ അവസാനത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആരോഗ്യ കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്തണം എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. മുതിർന്ന ആളുകൾ യൗവന കാലഘട്ടമൊക്കെ പിന്നിട്ട ആളുകൾ ചിന്തിക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അന്ന് എനിക്ക് ദീനെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പടച്ചറബേ, ആ കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാഥാ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ പടച്ചറപ്പിന്റെ കോടതിയിൽ നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ പരിചയത്തിലുള്ള ആളുകളെയും ഒക്കെ, യുവാക്കളായ ആളുകളെ, കൗമാരക്കാരായ ആളുകളെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനും പ്രബോധന മേഖലയിൽ സജീവമാക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലകളിലൊക്കെ അവരെ പങ്കാളികളാക്കിക്കൊണ്ട് ദീനിന്റെ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ അവരെ സഞ്ചരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ISM ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISM ഇത്തിഹാദ് ശുബാനി മുജാഹിദീൻ ഈ പരിശുദ്ധ റമളാനിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ദഅവാ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഒരു ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വൈറ്റ് ഷർട്ട് പീസ് ചലഞ്ച് മുന്നോട്ട് വെക്കുകയാണ്. 700 രൂപ നമ്മൾ നൽകിക്കഴിഞ്ഞാൽ ഒരു ഫുൾ കൈ നമുക്ക് ധരിക്കാനുള്ള രൂപത്തിലുള്ള ശീല, വൈറ്റ് ഷർട്ട് പീസ്, കോട്ടന്റെ പീസ് നമ്മുടെ കൈകളിലേക്ക് നൽകും. അങ്ങനെ നമ്മളത് പങ്കാളികളാകുമ്പോൾ അതിന് നിശ്ചിതമായ ഒരു വിഹിതം ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയും. നമ്മൾ കടയിൽ നിന്ന് പോയാൽ എന്തൊരു വിലയാണോ അതേ വിലക്ക് തന്നെയാണ് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. പക്ഷേ 10,000-കണക്കിന് പീസുകൾ നമ്മൾ ഒരുമിച്ചെടുക്കുമ്പോൾ അതിന്റെ ഒരു വിലക്കുറവുണ്ടാകും. പ്രവർത്തകർ എന്ന് പറയുന്നത് ISMന്റെ ചെറുപ്പക്കാരായ, MSMന്റെ കൗമാരക്കാരായ ആളുകളാണ്. അത് വീട് വീടാന്തരം കയറിയിറങ്ങി അത് വിതരണം ചെയ്യുന്നത്. എവിടെയാണോ ഓർഡർ ചെയ്യുന്നത് അവിടെ കൈകളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളായാൽ, ആ ഷർട്ട് നമ്മൾ ഉപയോഗിച്ചാലും, നമ്മൾ ആ ശീല കൊണ്ട് നമ്മളൊരു ഷർട്ട് ധരിച്ചാലും അതിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഇനി അല്ല നമ്മുടെ ഉപ്പമാർക്കോ അല്ലെങ്കിൽ മൂത്താപ്പാർക്കോ എളാപ്പാർക്കോ ആർക്കെങ്കിലും നമുക്ക് ഗിഫ്റ്റായിട്ട്, ഹദിയായിട്ട് നൽകിയാൽ അതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിൽ ഏതെങ്കിലുമൊക്കെ സാധുക്കളായ ആളുകൾ ഉണ്ടാകാം, അവർക്ക് നമുക്ക് ഹദിയ നൽകാം. ഇനി നമുക്ക് അങ്ങനെ ആരെയും പരിചയമില്ലെങ്കിൽ സംസ്ഥാന സമിതി 4 വിഭാഗങ്ങളായി, 4 ഏരിയകളായി തിരിച്ചിട്ടുണ്ട്. വൃദ്ധജനങ്ങൾ, അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന സാധുക്കളായ ആളുകൾ, അനാഥാലയങ്ങളിൽ കഴിയുന്ന അനാഥ മക്കൾ, അതുപോലെ തീരപ്രദേശത്ത് താമസിക്കുന്ന അതിദരിദ്രരായ ആളുകൾ. നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ആ 700 രൂപ നമ്മൾ നൽകുകയാണ്. എനിക്ക് ഷർട്ട് പീസ് എന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാനും അർഹരായ ആളുകളെ കൈകളിലേക്ക് അതെത്തിക്കാനും ISMന്റെ ചെറുപ്പക്കാർ തയ്യാറാണ്. അതുകൊണ്ട് ഒരു ലിസ്റ്റ് എടുത്ത് സൗകര്യമുള്ള ആളുകൾ, ഇതിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ള ആളുകൾ പേരുകൾ എഴുതി വെച്ചാൽ, പറ്റുന്ന ആളുകൾ ഇന്ന് തന്നെ പൈസയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ്സിൽ വരുന്ന സമയത്തോ അതിന് മുമ്പായിട്ടോ ഷർട്ട് പീസുകൾ ഇൻഷാ അല്ലാഹ് ഇവിടേക്ക് എത്തിക്കുന്നതാണ്. ആ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ 100 കണക്കിന് ISMന്റെ വളണ്ടിയർമാരാണ് അവിടെ വളണ്ടിയർ സേവനം നടത്തിയത്. അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കാനും, അതുപോലെ വാടകയ്ക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ വാടകകൾ ഏറ്റെടുത്തുകൊണ്ട് ISM അങ്ങനെയും മുന്നോട്ട് പോകുന്നുണ്ട്. വീട്ടുപകരണങ്ങൾ, കട്ടിലുകളും ബെഡുകളും പാത്രങ്ങളും അടങ്ങുന്ന വീട്ടാവശ്യ സാധനങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇതുപോലെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ ഫണ്ട് കൊണ്ടാണ് അത്തരത്തിലുള്ള നന്മകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോഴും വയനാട് ദുരന്ത മേഖലയിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സാധുക്കളായ ആളുകളുണ്ട്. അവർക്കും അതുപോലെയുള്ള വിധവകളായ സഹോദരിമാരെയും അനാഥ മക്കളെയും അതുപോലെ തന്നെ
അഗതികളെയും ഒക്കെ സഹായിക്കാനും അവർക്ക് താങ്ങായി തണലായി നിൽക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ശീലയെങ്കിലും അതിനെങ്കിലും നമ്മൾ ഒന്ന് മനസ്സ് വെച്ചുകൊണ്ട് സാധ്യമാകുന്ന ആളുകളൊക്കെ ആ പുണ്യകർമ്മത്തിൽ ജീവകാല പ്രവർത്തനത്തിൽ പങ്കാളികളാകുമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പരിശ്രമങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമായി തീരുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.